നമ്മുടെ കിച്ചൺ എത്ര ചെറുതായാലും വലുതായാലും നല്ല വൃത്തിയായി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ. ഞാനിതിൽ കിച്ചൺ ക്ലീനിങ് മാത്രമല്ല, ഞാൻ അതിനു വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ, കിച്ചണിലേക്ക് നമ്മൾ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സും അതിൻ്റെ പ്രൈസും ലിങ്കും ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. പുതിയ പ്രോഡക്ട്സ് അല്ല, ഞാനൊരു 3-4 മാസങ്ങളായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നല്ല ഇതിൻ്റെ എനിക്ക് ഗുണങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഫ്ലോപ്പായത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ആദ്യത്തേതാണ്. ഇത് നമ്മുടെ കിച്ചൺ ഓർഗനൈസറിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിഷ് റാക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ സ്പൂൺ റാക്കും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സ്പൂൺസൊക്കെ വേറെ തന്നെ വെക്കാം. ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സ്പൂണൊക്കെ അതിൽ തന്നെയാണ് വെക്കാറ്. പിന്നെ ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കൽ ഇതെടുത്ത് ഒന്ന് കഴുകാം. നമുക്ക് ഇത് എത്രയൊന്നും വൃത്തികേടൊന്നും ആവുന്നില്ല. എന്നാലും ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് എടുത്ത് കഴുകും. ഇതിൻ്റെ അടിയിലാണ് ഈ വെള്ളം പോകാനുള്ള ഡ്രെയിനേജ് ഉള്ളത്. മുമ്പ് എൻ്റെ കയ്യിലുണ്ടായത് ഒരു പ്ലാസ്റ്റിക്കാണ്. ഇതെനിക്ക് തീരെ ഒരു ഭംഗിയില്ലാത്ത പോലെ. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിലൊക്കെ ചെളി ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യണം. ഇത് ഞാൻ വല്ലപ്പോഴും ചെയ്യാറില്ല കേട്ടോ. ചെളിയൊന്നും അങ്ങനെ പിടിക്കാറില്ല. അടുത്തൊരു സോപ്പ് ഡിസ്പെൻസറാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ലിക്വിഡ് പുറത്തേക്ക് വരുള്ളൂ. അതെനിക്ക് വളരെ ഇഷ്ടമായി. കാരണം എനിക്ക് സോപ്പിൽ എപ്പോഴും ഈ ബ്രഷ് ഇട്ട് വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. 2 എണ്ണത്തിന് 140 രൂപ അങ്ങനെ ആണ് കൊടുത്തത്. അപ്പോൾ ഞാൻ 2 കിച്ചണിലേക്കുമായിട്ട് ഓരോന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു മീഷോയിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്ട്സ് അത്ര കൊള്ളുമെന്നുള്ളത്. പക്ഷേ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടും ഇതിനൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ നമ്മൾ അടുക്കള നീറ്റായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര പേരുണ്ടോ അത്ര പ്ലേറ്റ് മാത്രം ഉപയോഗിക്കുക. ബാക്കിയൊക്കെ ഞാൻ അകത്താണ് വെച്ചിട്ടുള്ളത്. ഷെൽഫിൻ്റെ 3 പ്ലേറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ പുറത്ത് വെച്ച്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലും അത് കഴുകിയിട്ട് തന്നെ ലഞ്ചിന് വേണ്ടി എടുക്കും. അപ്പോൾ ആ 3 പാത്രം മാത്രം നമ്മൾ കൂട്ടിയിട്ടില്ല. ഒരിക്കലും സിങ്കിൽ നമ്മൾ പാത്രം കൂട്ടിയിടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഴുകി വെക്കുക. സിങ്ക് നമ്മൾ ഓരോ പ്രാവശ്യം പാത്രം കഴുകി കഴിയുമ്പോഴും, അതായത് നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ പാത്രം കഴുകുമല്ലോ, അതിന് ശേഷം ഒന്ന് കഴുകിയിടണം കേട്ടോ. ഒരു ബ്രഷ് എടുത്തിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അധികം സിങ്ക് വൃത്തികേടൊന്നും ആവില്ല. രാത്രി നമുക്ക് വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ സിങ്ക് കഴുകാൻ വേണ്ടി ഞാൻ വാങ്ങിയ ബ്രഷാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് 130 രൂപയാണ് ഞാൻ കൊടുത്തത്. നല്ലൊരു ബ്രഷാണ്. ഇതിന് കുറേ സൈഡിലൊക്കെ കണ്ടോ നമ്മൾക്ക് ഇങ്ങനെയും കഴുകാം. ഈ പൈപ്പ് കഴുകാനും പിന്നെ സിങ്കിൻ്റെ ഓരോ എഡ്ജും കഴുകാൻ പറ്റും നമുക്ക്. സാധാരണ നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ എടുത്ത് വേണം ഇത് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ ടൈപ്പ് ബ്രഷും ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ്. ഞാൻ കുറേ കാലം ഇത് വാങ്ങിച്ചിട്ട് ഒരു 4 മാസത്തിലധികമായി കേട്ടോ. സിങ്ക് ഞാൻ വിം ലിക്വിഡ് വെച്ച് തന്നെയാണ് കഴുകാറ്. പിന്നെ ദിവസം ഇതുപോലെ നമ്മുടെ ചോപ്പർ രാത്രി കഴുകി വെക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും കഴുകും. എന്നാലും രാത്രി അതൊന്ന് നല്ല വൃത്തിക്ക് കഴുകി ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. അടുത്തതായി എന്താ വെച്ചാൽ നമ്മുടെ ഇതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, അത് രാത്രി ദിവസം കഴുകി വെക്കണം. രാവിലെ നമുക്കിതിൽ വെള്ളം നിറച്ച് വെക്കാം. അടുത്തത് ഞാൻ ഓയിലൊക്കെ ഇതുപോലെയാണ് വെക്കുന്നത്. 1 ലിറ്ററിൻ്റെ ജാറിൽ തന്നെ വെക്കാൻ നോക്കണം. കാരണം അപ്പോൾ നമുക്ക് നിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിന് ഞാനൊരു സോക്സ് കണ്ട് അതുപോലെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീക്ക് ചെയ്യില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് വീഴില്ല. ഇതൊരു സ്പ്രേയറാണ്. ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൽ കൂടി സ്പ്രേ ചെയ്യാം. പിന്നെ നമുക്ക് കടുക് താളിക്കാനൊക്കെ ആകുമ്പോൾ ഇതിൽ കൂടി ഒഴിച്ചു കൊടുക്കാനും പറ്റും. ഇത് കണ്ടോ, ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. ഇത് മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യാനുള്ള ഒരു ബോട്ടിലാണ്. ഇതിൽ ഓയിൽ നമ്മൾ നിറച്ചതിന് ശേഷം ഇതിലേക്ക് മുടിയിൽ ഡയറക്റ്റായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ എണ്ണയൊന്നും ആവുകയില്ല. പിന്നെ ഇതിൻ്റെ അറ്റം നല്ല കുറച്ച് ഹാർഡാണ്. അപ്പോൾ നല്ലൊരു മസാജ് ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. ഇതിന് 2 ബോട്ടിലിന് 45 രൂപയായിരുന്നു. ഇത് നല്ലൊരു പ്രോഡക്റ്റായി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ച് കുറച്ച് നാളായി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഓയിൽ കണ്ടെയ്നേഴ്സൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇതിലൊരു ലൈനർ വെക്കണം. അതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ ഒരു ഒലീവ് ഓയിലിൻ്റെതും വെക്കുന്നുണ്ട്. കാരണം ദിവസം സാലഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒലീവ് ഓയിൽ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ അധിക സാധനം വെക്കാത്തതാണ് നല്ലത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. 120 രൂപയ്ക്ക് 6 എണ്ണം കിട്ടിയിരുന്നു എനിക്ക്. നല്ലൊരു സാധനമാണ് കേട്ടോ. നമുക്ക് കൗണ്ടർ ടോപ്പ് തുടക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ വേറൊരു സാധനം കാണിക്കാം. ഇത് ഞാൻ അതിന് മുന്നേ വാങ്ങിയത്. ഇത് വെറും യൂസ്ലെസ് പ്രോഡക്റ്റാണ്. നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ഇതെന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു പശ പോലെയാണ് കേട്ടോ. നമുക്ക് അറപ്പാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കാലമായി ഇത് വാങ്ങിയിട്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ആഡിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ ഈ ഒരു കുഞ്ഞ് ഡസ്റ്റ്ബിൻ നമ്മുടെ
കിച്ചണിൽ അത്യാവശ്യമാണ്. അതും ഇതേപോലെ സിങ്കിൻ്റെ അടുത്ത് തന്നെ വെക്കണം. കാരണം നമുക്ക് ഫുഡ് വേസ്റ്റ് എടുത്ത് പുറത്തേക്കൊന്നും ഓടേണ്ട ഒരാവശ്യം വരരുത്. പെട്ടെന്ന് പാത്രമൊക്കെ കഴുകുമ്പോൾ, പ്ലേറ്റൊക്കെ കഴുകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒന്ന് തന്നെയാണ്. അപ്പോൾ രാത്രി ഞാനിപ്പോൾ അത് കഴുകി ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകി തുടച്ച് വെച്ചാണ് അതിലേക്ക് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ കട്ടിയിൽ മടക്കി അടിയിൽ വെക്കും. കാരണം എന്തെങ്കിലും കാരണത്തിൽ നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ ലീക്കായി കഴിഞ്ഞാൽ വെള്ളം താഴത്തേക്ക് പോവാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ ഡസ്റ്റ്ബിൻ അധികം വൃത്തികേടും ആവില്ല, സ്മെല്ലൊന്നും പുറത്ത് വരില്ല. ഈ ഒരു സ്ക്രബ്ബർ വലിയ യൂസ്ഫുള്ളാണ് കേട്ടോ. 3 ഉള്ള ഒരു പാക്കായിട്ട് വരുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു സൈഡ് കുറച്ച് റഫാണ്. അത് വെച്ച് നമ്മൾക്ക് ഇതുപോലെ ചുമരൊക്കെ കഴുകാൻ വളരെ ഈസിയാണ്. ഞാൻ ഈ ഗ്ലാസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. രാത്രി ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യും. പിന്നെ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതി. ഇതിങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ഇത് വെച്ച് തുടച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. കാരണം എന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കടുക് താളിക്കുമ്പോൾ ഒക്കെ എണ്ണയുടെ പശ ഉണ്ടാവും. അത് പോയില്ലെങ്കിൽ ഒരാഴ്ച ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തേക്ക് അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ വെള്ള കളർ മാറി തുടങ്ങും. അതുകൊണ്ട് ഡെയിലി ഞാൻ ചെയ്യുന്ന ഒരു ഇതാണ്. ഈ അടുപ്പിൻ്റെ അടുത്തിലെ വോള് എന്തായാലും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു വൈപ്പ് ചെയ്ത് കൊടുക്കും. അത് ഫ്രിഡ്ജിനായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം ആ തുണി വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജും എപ്പോഴും നല്ല നീറ്റായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ അധികം പ്രോഡക്റ്റ്സും മീഷോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നല്ല വിലക്കുറവിൽ കിട്ടും. ചില സമയത്ത് നല്ല ഓഫറും ഉണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ കിച്ചണിൽ കുറച്ച് സ്ഥലം കുറവാണ്. അവണൊക്കെ കൗണ്ടർ ടോപ്പിലാണ്. അത് മാറ്റാൻ വേണ്ടി ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് ഇതുപോലെയുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തുരുമ്പ് പിടിച്ചോണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ട ഒരു വാൾപേപ്പർ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നീറ്റായി വന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൻ്റെ ഇടയിൽ ചെറിയൊരു സ്ഥലം ബാക്കിയുണ്ടായിരുന്നു, അതിലേക്ക് ചെരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. അപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായി. അധികം വലിയ അടുക്കളയല്ല എൻ്റെത്. ഇതും രാത്രി ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അധികം ഒന്നും ബുദ്ധിമുട്ടൊന്നും വെച്ച് നമുക്കൊന്ന് പൊടി തുടച്ചാൽ മാത്രം മതി. ഈ അവൻ്റെ മേലെ ഞാൻ ഡെയിലി കഴിക്കുന്നില്ല ഒരു പൗഡറാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഡ്രൈ നട്ട്സും സീഡ്സൊക്കെ റോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത്. ഡെയിലി ഒരു സ്പൂൺ കഴിക്കും. പിന്നെ ഈ ഒരു വെയിങ് മെഷീൻ അത് നമുക്ക് കിച്ചണിൽ അത്യാവശ്യം ഉണ്ടാകും. ഇത് രണ്ടും ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഡെയിലി ഉപയോഗിക്കുന്ന സാധനം മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളാണ്. പ്ലാസ്റ്റിക് സ്റ്റോറേജ് ബോക്സസൊക്കെ ഇതിൻ്റെ കീഴിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. ഓരോ പ്രാവശ്യവും നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലെ ഷെൽഫൊന്നും തുറക്കേണ്ട ആവശ്യം വരില്ല നമുക്ക്. അതുകൊണ്ട് കുറേ സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അരി അരച്ചാലും വെജിറ്റബിൾസ് മുറിച്ച് വെക്കാനും ഒക്കെ ഉള്ളത്. പിന്നെ ഈ ജ്യൂസർ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. ഇപ്പോൾ അധികം ജ്യൂസൊന്നും ആർക്കും വേണ്ട. അതുകൊണ്ട് ഈ ജ്യൂസറും ഇതിലേക്ക് വെച്ചു. പിന്നെ ചപ്പാത്തി പല മിക്സിയുടെ ജാറുകൾ എക്സ്ട്രാ ഉള്ളത് അതൊക്കെ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എയർ ഫ്രയറാണ്. ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കാറില്ല കേട്ടോ. ഇവിടെ തന്നെയാണ് വെക്കുന്നുള്ളത്. പിന്നെ മിക്സിയും ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തു. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഒന്നും പ്ലഗിലിട്ട് വെക്കരുത് കേട്ടോ. പ്ലഗ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്ലഗ് ചെയ്താൽ മതി. എല്ലാം എടുത്ത് വെക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇന്ന് ആരും ഡിന്നറിനില്ല. അപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. ആരും ഡിന്നറിനില്ലാത്തതുകൊണ്ട് ഞാൻ മാവെടുത്ത് ദോശയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ മുമ്പേ പഴം ഒരു വർഷത്തേക്ക് എങ്ങനെ സൂക്ഷിക്കാമെന്നില്ല, ചെറുപഴമാണ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു ചെറുപഴത്തിൻ്റെ മിക്സാണ്. അത് വെച്ച് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താണ്. അത് ഒരു 3 ടേബിൾ സ്പൂൺ പഴവും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഒരു ഡിന്നർ തട്ടി കൂട്ടിയതാണ് കേട്ടോ. ആ ചെറുപഴം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവലാണ്. ഇനി വെറുതെ ഇത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഈ ജോലിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായി കുതിർന്ന് വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇതും ഒരു കോഫി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ എനിക്കിത് മതി. അപ്പോൾ എപ്പോഴും ഇങ്ങനെയല്ല, എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണമല്ലോ. ഇന്ന് ഞാനതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ ജോലിയും തീർന്നതിന് ശേഷം ഞാൻ മേലൊക്കെ കഴുകി വന്നു. ഇനി അവസാനമായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡെയിലി ചെയ്യുന്നതാണ്. കുറച്ച് വെള്ളം തിളപ്പിക്കണം. അതിലേക്ക് 1 സ്പൂൺ സോപ്പ് പൗഡറും, അതായത് ഏത് ഡിറ്റർജൻ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 1 സ്പൂൺ ഉപ്പാണ്. ഇതും കൂടിയിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കുക. ഇതിലേക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ബ്രഷൊക്കെ ഉണ്ടല്ലോ, സ്ക്രബ്ബർ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ആ ഒരു തുണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കൗണ്ടർ ടോപ്പ് അധികം അഴുക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങളുടെ അഴുക്ക് പിടിച്ച തുണിയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടരുതൊരിക്കലും. എൻ്റെത് അങ്ങനെ അഴുക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് തിളക്കുമ്പോൾ ഓഫ് ചെയ്ത് മൂടി വെക്കും.
പിറ്റേ ദിവസമാണ് ഇതെടുത്ത് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുന്ന എൻ്റെ ഒരു ജോലിയാണ്. അപ്പോൾ ഇതാ എല്ലാം തന്നെ നീറ്റായിട്ടുണ്ട്, എല്ലാ ജോലിയും കഴിഞ്ഞു. അപ്പോൾ അടുത്ത എന്തെന്ന് വെച്ചാൽ ഈ കൗണ്ടർ ടോപ്പിൽ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ ടാപ്പാണ് ഞാൻ തിരിച്ചു വിട്ടിട്ടുള്ളത്. നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുറച്ചൊന്ന് സിങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ജോലിയും ചെയ്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വേണ്ടത്, ഇനി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചൺ നല്ലൊരു മണം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. എലിയോ പല്ലിയോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കംഫർട്ടാണ്, നമ്മൾ ഡ്രസ്സിനൊക്കെ ഉപയോഗിക്കുന്ന കംഫർട്ടില്ലേ, അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്യാം. ഞാൻ പൈപ്പിൽ നിന്ന് തന്നെ മിക്സ് ചെയ്തതാണ്, എനിക്ക് ചൂടുവെള്ളം വരുന്ന ടാപ്പുള്ളത് കൊണ്ട് അതിൽ നിന്ന് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സിങ്കിലും കുറച്ച് ഇതുപോലെ ഒഴിച്ച്, ഇനി നമ്മൾ സിങ്ക് തുറക്കരുത് കേട്ടോ. എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം വേണം അത് ചെയ്യാൻ. ഇനി ഞാൻ രാവിലെ കുടിക്കാനുള്ള ഒരു വെള്ളമാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് യോഗ ചെയ്ത് ഇത് കുടിക്കും. ഒരു സ്പൂൺ സിനമൺ പൗഡറും ഒരു സ്പൂൺ മുരിങ്ങയില പൊടിച്ചതും. ഇത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് ഡെയിലി ഞാൻ കുടിക്കുന്നതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ കേട്ടോ. ഈ തലേ ദിവസം ഇതേപോലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുന്നതാണ്. അപ്പോൾ എനിക്കിത് രാവിലെ കുടിച്ചാൽ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഈ മുരിങ്ങയില പൗഡറിന് പകരം നമുക്ക് വെറൈറ്റി പരീക്ഷിക്കാം. അത് ഞാൻ പരീക്ഷിക്കാറുണ്ട്. ഇനി നമ്മൾ കിച്ചൺ എപ്പോഴും നല്ല മണം ഉണ്ടാകാൻ വേണ്ടി ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഉണക്കി വെച്ച റോസാപ്പൂവിൻ്റെ ഇതളുകളാണ്. ഉണക്കി വെച്ച് നമുക്ക് ഷെയ്ഡിൽ വെച്ച് വേണം ഉണക്കിയെടുക്കാൻ. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ബോക്സിലാക്കി അവിടെ ഹാങ് ചെയ്താണ്. അതിൻ്റെ മണം പോകുമ്പോൾ അതിൽ കുറച്ച് സ്പ്രേ അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല മണമുണ്ടാകും. നമ്മൾ മീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, മീൻ പൊരിച്ച് കഴിഞ്ഞാലൊക്കെ ഉള്ള ആ ഒരു സ്മെല്ല് പോകാനാണ്. പക്ഷേ ഞാൻ ഈ കിച്ചണിൽ നിന്ന് മീൻ ഒരിക്കലും പൊരിക്കാറില്ല. ഞാൻ എൻ്റെ വേറൊരു കിച്ചണിൽ നിന്നാണ് കേട്ടോ മീൻ പൊരിക്കാറ്. ഇപ്പോൾ രാത്രി എൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യം എന്തെന്നാണെന്ന് വെച്ചാൽ, നമ്മുടെ കൈ എപ്പോഴും സോപ്പെല്ലാം ഉപയോഗിച്ച് ഈ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ ഡ്രൈ ആവും. അതിനുവേണ്ടി ഏറ്റവും അവസാനം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഗ്ലിസറിനെടുത്ത് കയ്യിലൊന്ന് തേച്ച് കൊടുക്കും. അതിന് ശേഷമാണ് ഞാൻ കിടക്കാൻ പോകാറ്. എനിക്ക് മോയ്സ്ചറൈസറൊന്നും തേച്ചാൽ ഇത്രയും ഗുണം കിട്ടാറില്ല. ഡെയിലി ഞാൻ ചെയ്യുന്ന എൻ്റെ റുട്ടീനാണ് ഇത് രാത്രി. പിന്നെ എൻ്റെ ചെടികളെ ഞാൻ കാണിച്ചു തന്നില്ല കേട്ടോ. കിച്ചണിൽ ഞാനിത് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് മണി പ്ലാന്റ്സും പിന്നെ ക്രോട്ടൺസും ആണുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണിത്. രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇത് പുറത്ത് കൊണ്ടുവെക്കും, ഷെയ്ഡിൽ വെച്ചിട്ട് എടുക്കും. ഇത്രയേ ഉള്ളൂ. രാവിലെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കാറില്ല. ഇത് നമ്മൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ചെടികൾ കാണുന്ന ഈ ജനലിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയായി. ഇപ്പം ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഞാനൊരു കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തണുത്ത് പോയി കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും അവലും കൂട്ടിയെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.